അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നു. മാധവി, നീ ആ ചൂല അങ്ങോട്ട് കൊണ്ടിട്. കയറി വരുമ്പോ ആദ്യം കാണുന്ന ചൂല അവണ്ട. എന്തൊക്കെയുണ്ട് നാണത്തല്ലേ? ഈശ്വരാധീനന്നേ പറയുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും. കല്യാണി, തണുത്ത കാറ്റ് വീശുണ്ട് മോളെ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഞാനിവിടെ കുറച്ചേരം നിൽക്കട്ടെ അച്ഛാ. എത്ര കാലമായി വീടും തുടിയൊക്കെ കണ്ടിട്ട്. എന്റെ ചെടികളൊക്കെ നാശായി. നീ സുഖമില്ലാതെ കിടക്കുമ്പോഴാ ചെടി. ഈ വീടും തുടിയൊക്കെ തന്നെ ഞാൻ വന്നിട്ടാ ഇന്ന് അടിച്ചു വാരിപ്പിച്ചത്. പെരുമാറുന്നില്ലല്ലോ ആരും. എന്റെ പഴയ കവിതകള്, അന്നത്തെ ഓരോ പ്രാന്തുകള് തോന്നിയാലിടയ്ക്ക് ഇനി എഴുതണം. മനസ്സിലുള്ളത് കടലാസിൽ പകർത്താനല്ലേ, അതിന് ഞാനുണ്ടാവും. നീ ഇത്രയ്ക്ക് പുരോഗമിച്ചോ? പിന്നെ കലാമണ്ഡലത്തിൽ ചോറും കറി വെച്ച് പഠിക്കാന് ഇപ്പൊ എനിക്ക് വിശ്വാസമായി. നിന്നെ വെച്ച് എനിക്ക് ജീവിക്കാം. പരിപാടി പിടിക്കട്ടെ. എന്ത്? നിന്റെ ഡാൻസ് പ്രോഗ്രാം ബാഗൊക്കെ തൂക്കി പിടിച്ച് ഫേമസ് ഡാൻസർ ഉമാ മഹേശ്വരിയുടെ മാനേജറായിട്ട് ഞാൻ. ഓഹോ, എന്റെ മാനേജറാകാനാണോ ഡിഗ്രി ഒക്കെ എടുത്തു കൂട്ടിയത്? PSC റാങ്ക് ലിസ്റ്റ് പ്രകാരം എനിക്കൊരു ജോലി കിട്ടുമ്പോൾ റിട്ടയർമെന്റ് പ്രായം കഴിയും. കണ്ടിരും, ഞാൻ കാണട്ടെ. നന്ദേട്ടൻ പോ. നന്ദേട്ടൻ നിന്നാ എനിക്ക് നാണാവും. നാണാകുന്നു എന്നാ പിന്നെ നീ ആരുടെ മുമ്പിൽ ആടാൻ പോകുന്നില്ല. ആരുടെ അഹങ്കാരി? നന്ദേട്ടാ പറഞ്ഞേ. എന്താ ഇത്? കരയിലൂടെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ അധികം സ്ട്രെയിൻ ചെയ്യണ്ട. ഞാൻ ഇന്ന് തന്നെ അങ്ങോട്ട് പോകും. സെപ്റ്റംബർ എക്സാമിന്റെ കുറെ പേപ്പേഴ്സ് ബാക്കിയുണ്ട്. വെക്കേഷൻ കഴിഞ്ഞിട്ട് പോയാ പോരാ നന്ദേട്ടാ? പോരാ, മറ്റന്നാൾ ലാസ്റ്റ് ഡേറ്റ്. അതിനുമുമ്പ് എല്ലാം അയക്കണം. കേട്ടോ?